ഇന്ന് കാലത്തെ എല്ലാ പണികളും വേഗം തന്നെ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി മാത്രം വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ ഇരുമ്പാമ്പുളി പൊട്ടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നിറച്ച് ഇരുമ്പാമ്പുളിയാണ്. അടിഭാഗത്ത് ഇരുമ്പാമ്പുളിയൊക്കെ ഇതേ മണലിൽ വീണ് കിടന്നിട്ടാണ് കേട്ടോ വളരണത്. ഞാൻ അയൽവക്കത്തുള്ളവരോടൊക്കെ പറയാറുണ്ട് ആവശ്യത്തിന് ഇരുമ്പാമ്പുളി പൊട്ടിച്ചോളിട്ട് എന്നോട് ചോദിക്കൊന്നും വേണ്ടാന്ന്. അപ്പോൾ കുറച്ച് കക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്, അത് കറി വെക്കണം. അപ്പോൾ അത് മീൻകറി പോലെ വെക്കാനാണ്. അപ്പോൾ മോള് പറയാണ് കക്ക മീൻകറി എന്ന് പറയാട്ടോ. എൻ്റെ കാലത്തെ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ കക്ക കറി വെച്ചിരുന്നത്. ഇപ്പൊ കക്ക വറക്ക, കക്ക റോസ്റ്റ്, അതുപോലെ അച്ചാർ, ഇങ്ങനെ മാറി മാറി പരീക്ഷണങ്ങളല്ല. പണ്ടത്തെ ഓർമ്മ പുതുക്കലും കൂടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ദേ ഇരുമ്പാമ്പുളിയെല്ലാം ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ദേ ഒരു പിടി കക്ക പുഴുങ്ങി ആറിയെടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തേങ്ങ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, അതും കൂടിയിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് ഇഞ്ചി, പച്ചമുളക് അതും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്നും ഇഞ്ചി ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഇഞ്ചി ഇട്ടുന്നുള്ളൂ. ഇട്ടതേ അത് അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ആകെ പിരിഞ്ഞു പോകും. തിളയ്ക്കണ നേരത്തെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ കറി ഇങ്ങനെ പിരിഞ്ഞു പോകില്ല. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് അത് നന്നായി വറ്റി വരേണ്ട സമയത്ത് നമുക്ക് ഉള്ളി കാച്ചാം. അപ്പം ഞങ്ങളത്തെ മോൾക്ക് സ്കൂൾ കൊണ്ടുപോകാനായിട്ട് കുറച്ച് കക്ക വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ഇട്ടിട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്ത് വെച്ചിട്ടുണ്ട്. കറി നന്നായി വറ്റി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ഉള്ളി കാച്ചി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഉള്ളി മൂപ്പിക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ, ഒരു കളറിന്. സത്യം പറയാലോ, ഇതേ കക്കക്കറി വന്നപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. കൊതിയായിട്ട് എനിക്ക് പാടില്ല. അപ്പം തന്നെ വേഗം തന്നെ ചോറിനാനായിട്ട് നോക്കുകയാണ്. രേജുട്ടൻ വരാനൊന്നും നിൽക്കണില്ല. കക്കക്കറി ചൂടാറാനായിട്ട് മുന്നേ തന്നെ വേഗം തന്നെ ചോറിനാണ്.